Hi all, welcome you all to Indira Gandhi National Open University Regional Center Trivandrum. Myself, Dr. G.B. Givargis. And I am Dr. Kavya P. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും സമൂലമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് 21ാം നൂറ്റാണ്ടിലേക്ക് നമുക്ക് ലഭിച്ച NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ലോകത്തിലെ ഏറ്റവും നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുവാൻ എക്വിപ്പിംഗ് ദ ചിൽഡ്രൻ ടു മീറ്റ് ദ ഗ്ലോബൽ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ്, അതിന് തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് 21ാം നൂറ്റാണ്ടിൽ വന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നമുക്കറിയില്ല, വി കനോട്ട് പ്രെഡിക്ട് വാട്ട് ഓൾ തിങ്സ് കംസ് ഇൻ ദ നെക്സ്റ്റ് 20 years ആൻഡ് വാട്ട് സ്കിൽസ് ആൻഡ് നോളജ് അതാണ് ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് അറിയില്ല. സൊസൈറ്റി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് കുട്ടികൾ, നാളത്തെ ആളുകൾ എന്തെല്ലാം കാര്യങ്ങളിൽ സ്കിൽ ആർജിച്ചെടുക്കണമെന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നാളത്തെ ഡിമാൻഡ്സിനനുസരിച്ച് വളർത്തുക മാത്രമല്ല, നാളെ ലോകത്തെ നയിക്കാൻ പ്രാപ്തരായ കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയുക്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പൊ ഇതില് ഇഗ്നോ ധാരാളമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും NEP പ്രകാരം നൽകുന്നുണ്ട് അല്ലെ. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നൽകുന്നത്. അപ്പൊ ബേസിക് ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ഇഗ്നോ നൽകുന്നത് ചോയ്സസ് ആണ്, അവസരങ്ങളാണ് മനുഷ്യനെ വിദ്യാസമ്പന്നനാക്കുന്നതും അല്ലെങ്കിൽ കൾച്ചറലി ബാക്ക്വേർഡ് ആക്കുന്നതും. ആ കാര്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ 1956 ഇഗ്നോ തുടങ്ങിയത് തന്നെ അതിൻ്റെ വിഷനും മിഷനും ഇതാണ്: വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക. ഗ്രാമപ്രദേശങ്ങളിലും റീജിയണൽ വൈസ് ഗ്രാമപ്രദേശങ്ങളിലും വിദൂരമായ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസത്തിൻ്റെ നന്മകൾ, ആക്സസബിലിറ്റി, അത് പ്രാപ്യത എത്തപ്പെടുക എന്നുള്ളതാണ് ഇഗ്നോയുടെ. പഠിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. തീർച്ചയായിട്ടും അവർക്കെല്ലാം ഏത് സാഹചര്യത്തിലും ഏത് പ്രായത്തിലും നോ ഏജ് ബാർ, നോ കാസ്റ്റ് ബാർ, നോ റീജിയൻ ബാർ, അങ്ങനെ എല്ലാവർക്കും പഠിക്കത്തക്ക ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഇഗ്നോ. 1956 മുതൽ ആ ഒരു വിഷനിലും മിഷനിലുമാണ് പ്രവർത്തിക്കുന്നത്. അതുവഴി ഒരുപാട് പേർക്ക് പഠനം നിലച്ചു എന്ന് കരുതിയ ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസത്തിലെ അത്യുന്നതങ്ങളിൽ എത്താൻ, PhD വരെ എടുക്കാനും ലോകത്തിന്റെ നാഷണൽ ഡെവലപ്മെന്റിന് ഒരുപാട് സംഭാവന ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ പഠിക്കാനായിട്ട് ജോലി എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. സ്റ്റഡീസ് ആണെങ്കിൽ പോലും ഇപ്പൊ മിസ്രാൻപുരിയുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ പറയുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് ഒരു കുട്ടി ഉണ്ടാവുക പറയുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം ആയി കൺസിഡർ ചെയ്ത് പലപ്പോഴും പഠിക്കാൻ പോവാത്ത സിറ്റുവേഷൻ. അപ്പൊ അതിലൊക്കെ ഇഗ്നോ അല്ലേ? തീർച്ചയായിട്ടും ഒരു കുട്ടി പഠിക്കുക എന്ന് പറയുന്നത് ഇൻകം വീട്ടിൽ മാത്രമല്ല, അത് നാഷണൽ ഡെവലപ്മെന്റ് ആണ്, ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഒരു രാജ്യം വളരണമെങ്കിൽ, ലോകം വളരണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം, അറിവും കഴിവും കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ആ കാര്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രത്യേകമായ ഊന്നൽ നൽകുന്നുണ്ട്, ഫോക്കസ് നൽകുന്നുണ്ട്. അതിനോട് ചേർന്ന് ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് NEP 2020 ഇഗ്നോയും കുട്ടികൾക്ക് അറിവും അതോടൊപ്പം പ്രായോഗിക പരിശീലനവും എത്തരത്തിൽ നൽകാം എന്നുള്ളതാണ് ഇവിടെ ഇഗ്നോയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഗ്നോ ഒരുപാട് കോഴ്സസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഈ കോഴ്സസ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട്. ഇപ്പൊ ഇഗ്നോ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചവർ പലതും ഇപ്പൊ നമ്മൾ തന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ. അവർ നമ്മളോട് വന്ന് പറയാറുണ്ട്, എനിക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റി, നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നേടാനായി പറ്റി. ഇതൊക്കെ വളരെ വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ, പഠനം പണ്ടൊക്കെ 23 വയസ്സുകൊണ്ട് നിർത്തണം എന്നുള്ളൊരു അലിഖിത നിയമം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രാപ്യമാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഡോക്ടർ കാവ്യ. ധാരാളം ഡിഗ്രികളും ധാരാളം സർട്ടിഫിക്കറ്റുകളും കോമ്പറ്റേറ്റീവ് എക്സാമും ഒക്കെ പാസ്സായി എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച ആളാണ് ഡോക്ടർ കാവ്യ. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ അതിന് നല്ലൊരു ഉദാഹരണം ഇരിപ്പുണ്ട്. ഇവരൊക്കെ വിദ്യാഭ്യാസം, ചിലപ്പോൾ ആർട്ടിസ്റ്റ് ആയിരിക്കും, സിനിമാ ഫീൽഡിലുള്ളവരായിരിക്കും, കർഷകരായിരിക്കും, ചിലപ്പോൾ ഇൻഡസ്ട്രി ഫീൽഡിലേക്ക് മാറിയവരായിരിക്കും. അവർക്കൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ, അത് ആ സീഡ് കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും ഇഗ്നോ. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നവരൊക്കെ കാണുമ്പോൾ നെടുനാളത്തെ റിട്ടയർ ചെയ്തവർക്ക്, പ്രൊഫഷണൽസ്, അതേപോലെ IAS ഓഫീസേഴ്സ്, ഇതൊക്കെ നമ്മളുമായിട്ട് പോലീസ് ഓഫീസേഴ്സ്,
അവർക്ക് നമുക്കറിയാം എന്തിൻ്റെ കൂടെയും മറ്റു പലതും ആഡ് ചെയ്താൽ അവർക്ക് എഫക്റ്റീവായിട്ട് മാറാൻ പറ്റും. നമ്മൾ ഇതുവരെ എഫിഷ്യൻ്റ് ആയിട്ട് മാത്രം മാറ്റാനാണ് ആളുകളെ നോക്കിയത്. കുറേ അറിവ് കൊടുത്ത് കുറേ ഡിഗ്രീസ് കൊടുത്ത് ആളുകളെ എഫിഷ്യൻ്റ് ആക്കി മാറ്റാം എങ്ങനെ മാറ്റാമെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത്തരത്തിലല്ല ചിന്തിക്കുന്നത്. അവരെ എങ്ങനെ എഫക്റ്റീവ് ആക്കി മാറ്റാം, മോൾഡ് ചെയ്യാം, നാളെ അവരത് പ്രയോഗിക്കണം. ഇന്ന് നമ്മൾ കരിക്കുലത്തിനകത്ത് അല്ലെങ്കിൽ കുട്ടികളെ പീസ്, വാല്യൂ, കൾച്ചർ, എത്തിക്സ് ഇതൊക്കെ പഠിക്കുമ്പോൾ നാളെ അവർ അവരുടെ ജീവിതത്തിൽ മാത്രമല്ല അത് പകർത്തേണ്ടത്. നാളെ അവരൊരു പീസിന്റെ അംബാസഡർ ആകണം. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ പീസിന്റെ ഒരു അംബാസഡറായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം. IAS ടോപ്പ് റാങ്ക് വാങ്ങിച്ചാൽ എഫിഷ്യന്റ് ആകില്ല. പക്ഷെ അത് IAS ഡിഗ്രി വെച്ചിട്ട് പഠിച്ചതും അറിവും കഴിവും ഒക്കെ ലോക നന്മയ്ക്കായിട്ട് ജനനന്മയ്ക്കായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് അവർ എഫക്റ്റീവ് ആകുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഔട്ട്കം ബേസ്ഡ് ആണ്. ലേണിംഗ് ഔട്ട്കമിന് ഒരുപാട് ഊന്നൽ. ലേണിംഗ് ഔട്ട്കം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ് കുട്ടികളുടെ പ്രായോഗിക പരിശീലനം. അവർ പഠിച്ച അറിവും കഴിവും നാളെ ലോക നന്മയ്ക്കും രാഷ്ട്ര നന്മയ്ക്കും വ്യക്തി നന്മയ്ക്കും ഒക്കെ ആയിട്ട് പ്രയോഗിക്കാൻ അവർക്ക് കഴിയണം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ യുദ്ധമുണ്ടാക്കാനല്ല. ഇപ്പൊ നമ്മള് ഹോളി ബുക്സ് എല്ലാം പഠിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഹ്യൂമാനിറ്റി ഒക്കെയാണ് പഠിക്കുന്നത്. അത് നാളെ വഴക്കുണ്ടാക്കാനോ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കാനോ അല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു വലിയ 3 പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി. ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. പ്രോബ്ലം സോൾവിങ്. അപ്പൊ നാളെ കുട്ടിക്കൊരു പ്രോബ്ലം വന്നാൽ കുട്ടികൾ എപ്പോഴും ചലഞ്ചസും ലോകരാഷ്ട്രങ്ങളും എല്ലാം ചലഞ്ചസ് ഫേസ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു സീഡ് ഉള്ളിൽ കൊടുത്താൽ മതി. അവരതിനു വേണ്ടി ട്രൈ ഔട്ട് ചെയ്യും. നമ്മളെപ്പോഴും പറയും വാറിനെ കുറിച്ച് പഠിക്കുന്നത് ആ വാർ എന്താണെന്ന് അറിയാനല്ല, മറിച്ച് ഇനിയൊരു യുദ്ധം ഇല്ലാതിരിക്കാൻ. അതെ, അതിന്റെ കോൺസിക്വൻസ് നല്ലപോലെ മനസ്സിലാക്കി കുട്ടി അങ്ങനെ ഒരു അവസരം സാധ്യത ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ലേണിംഗ് ഔട്ട്കം. വാറിനെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്ര ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി എന്ന് പഠിക്കുന്നതിലല്ല, ഇനി ഒരെണ്ണം ഉണ്ടാകാതിരിക്കാൻ എൻ്റെ പങ്കാളിത്തം എങ്ങനെ നൽകാം എന്നുള്ളത് കുട്ടി തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ലേണിംഗ് ഔട്ട്കം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു വലിയ ഫോക്കസ് ആണ്. നമ്മൾ ലേണിംഗ് അല്ല, അതിന്റെ ഔട്ട്കം എഫക്റ്റീവ് ബേസ്ഡ് ആയിട്ടാണ് ഔട്ട്കം. ആ ഔട്ട്കം എഫക്റ്റീവ് ആവണം. അതാണ്. ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, അപ്ലൈ ചെയ്യണം. അതാണ് ശരിക്കും ഇഗ്നോയും പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും പലർക്കും ഉള്ള ഒരു സംശയമാണ്, ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, അപ്പൊ ആകുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമോ, ക്ലാസ് മുറി പോലെ ആവാൻ പറ്റുമോ, ക്ലാസ് മുറിയിൽ വന്ന് ഞങ്ങൾ പഠിക്കുന്ന പോലെ അത്രയും ലേണിംഗ് സിങ്ക്രണൈസേഷൻ കിട്ടുമോ എന്നൊക്കെ സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു ഭയമാണ്. തീർച്ചയായിട്ടും ക്ലാസ് റൂമിന് പകരമാക്കാൻ വേറെ ഒന്നും പറ്റില്ല. ഒരു ടീച്ചറിന്റെ ഗൈഡൻസിൽ പഠിക്കുക എന്ന് പറയുന്നത് ടീച്ചർ പഠിപ്പിക്കുകയല്ല, എങ്ങോട്ട് നോക്കണമെന്ന് പഠിപ്പിക്കും, അവിടെ എന്ത് കാണണം എന്നുള്ളത് കുട്ടിയുടെ ചോയ്സാണ്. അപ്പോൾ അതാണ് ടീച്ചറിന്റെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് റൂം ടീച്ചിങ് ഒരിക്കലും മാറ്റി വെച്ചൊരു പഠനം അത് നല്ലതല്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഫീൽഡിൽ ഇഗ്നോ ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. സൈക്കോളജി പഠിക്കുമ്പോൾ അവർ കൗൺസിലിങ് ഒരു പ്രാക്ടിക്കലായിട്ട് പോയി ചെന്ന് 40 ദിവസം പഠിക്കണം. MSW പഠിക്കുമ്പോൾ സോഷ്യൽ വർക്ക് നടത്തുന്ന NGOയിൽ പോയി അവർ 40 ദിവസം അവിടെ ഇരുന്ന് അവിടെ എന്താണ് സംഭവിക്കുന്നത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? തീർച്ചയായിട്ടും അവർക്ക് പ്രായോഗികമായ പരിശീലനം കിട്ടും. എന്താണ് കൗൺസിലിംഗ് എന്ന് ബുക്കിൽ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് നോളജ് പോരാ. അപ്പൊ അവര് ഒരു രോഗം നിർണ്ണയിക്കാൻ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, ആ പ്രൊസീജിയർ എന്താണ്, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ, സൈക്യാട്രിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയി കൈ പിടിച്ച് നടത്തി എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് പേഴ്സണാക്കി മാറ്റിയെടുക്കുന്നത്. അതുപോലെ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡിക്കേഷൻ എന്തുമാത്രമാണ്, റിട്ടേൺസ് ഇല്ലാതെ റെസിപ്രിക്കേഷൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു സാധനമാണെന്നൊക്കെ കണ്ടെത്തണമെങ്കിൽ അവർ അങ്ങനെയുള്ള ഫീൽഡിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം. അതിന്റെ ത്യാഗമൊക്കെ കണ്ടറിയണം. അപ്പോൾ അതിനുള്ള എല്ലാ അവസരങ്ങളും ഇഗ്നോ കൊടുക്കുന്നുണ്ട്. MSW പഠിച്ചതാണ് ഞാൻ ഇഗ്നോയിൽ തന്നെ. അതുപോലെ MA സൈക്കോളജി, MSc CFT, ഫാമിലി തെറാപ്പി. ഇതിൻ്റെയൊക്കെ ഇഗ്നോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടിരുന്നവർ പലരും UK-യിലും അമേരിക്കയിലും ഇന്ത്യയിൽ പഠിച്ചത്, ഇന്തോനേഷ്യയിലും അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും പോയി ചെന്ന് കുട്ടികൾക്ക് അവിടെയൊക്കെ ജോലി ചെയ്യാൻ ഈ ഡിഗ്രി
പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. അതിപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ NEP റെക്കമെൻഡേഷൻ വന്ന സമയത്ത് തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ PSCയിലാണെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നൊരു ചോദ്യം സാധാരണ വരാറുണ്ട്. അപ്പൊ NEP റെക്കമെൻഡേഷൻ വെച്ച് തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്താണ് അല്ലെ മിസ്? തീർച്ചയായിട്ടും റിക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് IGNOU പ്രൊവൈഡ് ചെയ്യുന്നത്. NEP പ്രധാനപ്പെട്ട 3 ഫോക്കസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ. അത് 3 എനിക്ക് തോന്നുന്നു 100% പാലിക്കുന്നത് IGNOU ആണ്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ലം ഏരിയ ആയാലും കോസ്റ്റൽ ഏരിയ ആയാലും റൂറൽ ആയാലും അർബൻ ആയാലും സെമി അർബൻ ആയാലും എല്ലാവരിലും ലേണിംഗ് സെന്റേഴ്സ് ഉണ്ട്. അവർക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ റീജിയണൽ വൈസ് ഇമ്പാക്റ്റ് ഇല്ലത്. അതുപോലെ ഏജ് വൈസ് 10ാം ക്ലാസ് പാസ്സായ ആർക്കും ഈ വിദൂര വിദ്യാഭ്യാസ പഠനത്തിലെ അംഗങ്ങളാകാനായിട്ട് പങ്കാളിത്തം എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് റിട്ടയർ ചെയ്തവർക്കും പറ്റും. അതുപോലെ ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ DYSP കാണും, റിട്ടയർ ചെയ്ത സാറ് കാണും, അഡോളസെന്റ് ആയിട്ടുള്ള ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാൾ കാണും. അപ്പോൾ ഇതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പഠിക്കുന്ന ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ സൊസൈറ്റി അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു ഒരു ഹോമോജിനിറ്റി അതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ അവർ പഠിച്ചിറങ്ങുമ്പോൾ ഒത്തിരി നോളജ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒത്തിരി നറിഷ് ചെയ്യും, ഫ്ലറിഷ് ചെയ്യും. നമുക്ക് ഇവരുടെ എല്ലാവരുടെയും ഒരു പഠനത്തിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു സഹകരണമായിട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഡൈവേഴ്സിറ്റി ഉണ്ട്. ദെൻ ഇക്വിറ്റി. ഇക്വാളിറ്റി അല്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക എന്നുള്ളതല്ല. ഓരോരുത്തർക്ക് 3 വർഷം പഠിക്കാൻ പറ്റുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുക്കും. ഇപ്പൊ കൗൺസിലിംഗ് 1 വർഷം പഠിക്കാൻ പറ്റുള്ളെങ്കിൽ ആ കുട്ടിക്ക് PGDCFT എന്ന് പറഞ്ഞുണ്ട്. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ കുട്ടികൾക്ക് എത്ര വർഷം അവർക്ക് അവൈലബിൾ ആകാൻ പറ്റുമെന്നുള്ള ഇത് കണ്ടിട്ട് എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളാണെങ്കിലും NEP റെക്കമെൻഡേഷൻ വെച്ചിട്ട് ഇപ്പം നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു, 2 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ടിന്യൂസ് ആയി പഠിച്ചു വെച്ചാൽ NEP റെക്കമെൻഡേഷൻ പ്രകാരം അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓഫർ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് മെക്കാനിസം NEP പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ്. അത് നടപ്പിലാക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണോ 1 വർഷം പഠിച്ചാൽ മതി, 2 വർഷം പഠിച്ചാൽ ഡിപ്ലോമ കോഴ്സ് കിട്ടും, 3 വർഷം പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടും, 4ാം വർഷം കുട്ടികൾക്ക് ഗവേഷണത്തിന്റെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കുഞ്ഞുങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് റിസർച്ച്, എങ്ങനെ ഗവേഷണം നടത്തണം, എങ്ങനെ ഇന്നോവേഷൻ പുതിയത് കണ്ടുപിടിക്കണം, അതിന്റെ പേറ്റൻസി എടുക്കണം, ഈ കാര്യങ്ങളൊക്കെ 4th ഇയറിൽ പഠിക്കും. ഇനി അവർക്ക് നേരെ തന്നെ PhDക്ക് പോകാം. PhD ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷെ NEP റെക്കമെൻഡേഷൻ വെച്ച് ബ്ലെൻഡ് ചെയ്തത് കൊണ്ട് PhD ഇപ്പൊ ചെയ്യാ പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഇഗ്നോയുടെ ഈ ഒരു കണ്ടിന്യൂഷൻ വെച്ച് ഈവൻ നമുക്ക് PhD കോഴ്സസ് വരെ ഉണ്ട് അല്ലെ? കാരണം ഇപ്പൊ ഗൈഡിനെ കിട്ടാനൊക്കെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോഴൊന്നും ഗൈഡിനെ നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അതെ, എല്ലാ പഠനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും IGNOU സഹായിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മികച്ച കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ പണ്ട് എഡ്യൂക്കേഷൻ്റെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ബോട്ടിൽ നെക്ക് അപ്രോച്ച് ആയിരുന്നു. കുറച്ച് പേർക്ക് ഹയർ എഡ്യൂക്കേഷനിൽ കയറാൻ പറ്റുള്ളൂ. അത് റൈറ്റ് പീപ്പിൾ ഷുഡ് എൻ്റർ ആൻഡ് റൈറ്റ് പീപ്പിൾ ഷുഡ് എഡ്യൂക്കേറ്റ് ദം ഇൻ റൈറ്റ് പ്ലേസ് എന്നാണ് പറയുന്നത്. നല്ല അധ്യാപകർ നല്ല കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന നല്ല സ്ഥലങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നൊക്കെയുള്ളൊരു ബോട്ടിൽ നെക്ക് അപ്രോച്ച് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു മീറ്റർ ഗേജ് ആയിരുന്നു. പക്ഷേ ഇന്ന് ആ ചിന്താഗതി മാറി പകരം മാസ് എഡ്യൂക്കേഷനാണ് കൊടുക്കാൻ പറ്റുന്നത്. കഴിവുള്ളവരെല്ലാവരും പഠിക്കട്ടെ, കഴിവുള്ളവരെല്ലാവരും അറിവും കഴിവും ആർജിക്കട്ടെ, വളരാൻ നെവർ ക്ലിപ്പ് ദ വിങ്സ്. അവരുടെ വിങ്സിനെ ക്ലിപ്പ് ചെയ്യരുത്. ഏതോ കാലഘട്ടത്തിൽ ചെറിയ പാകപ്പിഴകൾ വന്നു, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് ഇനി ഒരിക്കലും അവസരം കിട്ടില്ല. അവസരം നിഷേധിക്കുന്നത് ഒരു ഇൻജസ്റ്റ് ആണെന്നുള്ള തിരിച്ചറിവാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു കാസ്റ്റിന്റെ ബേസിസിലോ റിലീജിയന്റെ ബേസിസിലോ ഒന്നും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തടഞ്ഞു വെക്കാൻ പാടില്ല. ഞങ്ങൾ അതിനോടൊപ്പം അല്ല. IGNOU എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. നമ്മള് സ്വാമി വിവേകാനന്ദ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, മിസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. ഡെസ്റ്റിനി ഓഫ് എ നേഷൻ ഇസ് ഷേപ്ഡ് ഇൻ എ ക്ലാസ് റൂം ആണ്. തീർച്ചയായിട്ടും.
നമ്മുടെ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് നല്ല കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെ ക്വാളിറ്റിയുള്ള കുട്ടികളെ, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകി നല്ല കുട്ടികളെ നല്ല രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കാം എന്നുള്ളത്. അപ്പോൾ പഴയ ചിന്തകരൊക്കെ കൊണ്ടുവന്നത് നമ്മളിപ്പോൾ പ്രാവർത്തികമാക്കുകയാണ്. ഇപ്പം തുടങ്ങിയിട്ട് 6 വർഷമായി. അതൊക്കെ ഒരു സ്ലോ പേസ് ആണെങ്കിലും ആ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ആ ട്രജക്ടറി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ കുറച്ച് ഇനിഷ്യൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. അതിന് കരിക്കുലം ഉണ്ടാക്കണം, അതിനൊരു നെറ്റ് ഉണ്ടാക്കണം. എന്തായാലും ആ ഒരു കാര്യത്തിൽ NEP വിജയിച്ചു എന്ന് തന്നെ പറയാം. നമ്മളൊരു നെറ്റ്വർക്കിനകത്തായിരുന്നു, കംഫർട്ട് സോണിനകത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി അടുത്ത സ്റ്റെപ്പ് കയറി ഇങ്ങനെ. ഇപ്പം അങ്ങനെയില്ല, പല വഴികളുണ്ടെന്നും ഓരോ വഴികൾക്കും ഓരോരോ സാധ്യതകളും ഉണ്ടെന്നും ഒക്കെ തിരിച്ചറിവുണ്ടായി. അതൊരു വലിയ കാര്യം. നമ്മുടെ കരിക്കുലത്തിനെ കുറിച്ച് മിസ്സേ പറയുവാണെങ്കിൽ നമ്മൾ അവിടെയും ഇൻക്ലൂസിവിറ്റിയാണ് കൊണ്ടുവരുന്നത് അല്ലെ. നമ്മൾ ഒരു റിലീജിയനെ മാത്രം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഐഡിയോളജിയെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല പ്രൊസീഡ് ചെയ്യുന്നത്. നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനാണ്. ഇപ്പൊ അതിന്റെ സബ്ജക്ട്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അതിലും NEPയുടെ റെക്കമെൻഡേഷൻ പ്രകാരം എല്ലാ സബ്ജക്ട്സും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ സെഷൻസ് പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഇപ്പൊ സയൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സയൻസ് പഠിക്കാൻ പറ്റാതെ ആർട്സിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയവർ കാണാം. പക്ഷെ അവർക്കും നമ്മൾ സയൻസ് പഠിക്കണോ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് പോലെ ആർക്ക് വേണമെങ്കിൽ എന്ത് കോഴ്സ് വേണമെങ്കിലും ബൈ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ് ആക്ച്വലി ഇഗ്നോർ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പറഞ്ഞ ഒരു ഉദാഹരണം ഭയങ്കര സത്യമാണ്. ചോയ്സ് ഇസ് ഗിവൺ ടു ദ സ്റ്റുഡൻസ്. ഈ ബിഗ് ബസാറിലൊക്കെ പോയിട്ട് നമുക്ക് ചോയ്സ് എടുക്കാം. കുട്ടികൾക്ക് ഏത് ചോയ്സ് തിരഞ്ഞെടുക്കുന്നോ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചോയ്സ് തിരഞ്ഞെടുക്കാം. വേണ്ടെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്തൊരു കോഴ്സിലേക്ക് ചേരാം. ഇത് ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു തിരിച്ചറിവിൻ്റെ ഭാഗം കൂടെയാണ്. പണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ആകെ അറിയാൻ പറ്റുന്നത് എഞ്ചിനീയറിംഗ് മാത്രമാണ്, മെക്കാനിക്കൽ ആണെങ്കിൽ മെഷീൻസിൻ്റെ ഫംഗ്ഷനിങ് മാത്രമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരു പോലീസുകാരന് അറിയാം മനഃശാസ്ത്രം എന്താണ്, ഒരു പോലീസുകാരന് അറിയാം സോഷ്യൽ വർക്ക് എന്താണ്. കാരണം അതിൻ്റെ അടിത്തറയായ അറിവെന്ന് പറയുന്നത് അവന് കിട്ടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ്. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു കാര്യം പഠിച്ചാൽ മറക്കൂല. അതെപ്പോഴും നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ ഫ്ലെക്സിബിലിറ്റി, മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ്, അതൊക്കെ കോം ചെയ്ത് കൊണ്ടുപോകാൻ ഇഗ്നോയ്ക്ക് പറ്റുന്നുണ്ട്. അത് നേരത്തെ തന്നെ 4 വർഷം കൊണ്ട് എടുക്കേണ്ട, 3 വർഷം കൊണ്ട് എടുക്കുന്ന ഒരു കോഴ്സിന് ഓപ്പർച്യൂണിറ്റി ചോയ്സ് കൊടുക്കുന്നുണ്ട്. 6 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ എടുത്താൽ മതി അവർക്ക്. അത് കഴിഞ്ഞ് പിന്നെയും പറ്റിയില്ലെങ്കിൽ പിന്നെയും ചോയ്സ് ഉണ്ട്. ഒരു പ്രാവശ്യം കൂടെ റീ അഡ്മിറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കാം. അപ്പോൾ അവർക്ക് ചോയ്സ് ഇഷ്ടംപോലെ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിയമത്തിൽ വന്നപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളിവിടെ എഡ്യൂക്കേഷനുള്ള അവസരങ്ങളും കൊടുത്തു. എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം മാത്രം പോരാ നമുക്ക്. എനിക്ക് ഓടാൻ അറിയാം, പക്ഷേ എനിക്ക് ബൂട്ട്സ് ഇല്ലെങ്കിലോ, എനിക്ക് ഓടാനൊരു ഫീൽഡ് ഇല്ലെങ്കിലോ എനിക്ക് ഓടാൻ പറ്റില്ല. അത് തിരിച്ചറിഞ്ഞാണ് ഇഗ്നോ ബൂട്ട്സ് ആയിട്ട് കോഴ്സുകൾ കൊടുക്കുന്നത്. നമ്മളുടെ ഓടാനുള്ള നല്ല ക്ലിയർ കട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചോയ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓടിയാൽ മാത്രം മതി വിൻ ചെയ്യുക. അതാണ് ഇനിയിപ്പം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ അക്കാഡമിക് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് നമുക്ക് കൃത്യമായിട്ട് ഈ ഡിജിറ്റൽ സോഴ്സിൽ ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാനും, എന്തെങ്കിലും ഇവർ ഫർദർ കോഴ്സിന് പോകണം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് പോകണം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ +2 സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കാണാതെ, ദർ ഇസ് നോ ഓപ്ഷൻ, എനിക്ക് വേറെ വഴിയില്ല. പക്ഷെ ഇനി അങ്ങനൊരു ഡിഫിക്കൽറ്റി ഇല്ല. കാരണം ഇവിടെ NEPയുമായി ജോയിൻ ചെയ്ത് ഇഗ്നോ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നാഷണൽ അക്കാഡമിക് ബാങ്ക് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായും അതാണ് സാങ്കേതികതയുടെ ഒരു ടെക്നോളജിയുടെ വളർച്ച നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ABC അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ABC, അതിനകത്ത് നമ്മൾ എത്ര മുന്നോട്ട് നടന്നു അത്രയും ചുവടുകളുടെ ഒരു ക്രെഡിറ്റ് അവിടെ കിടക്കും. അത് റെക്കോർഡിക്കലായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് കിടക്കും. നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാലും അത് നിങ്ങൾക്കൊരു അതിൻ്റെ ഡിവിഡൻസ് നിങ്ങളുടെ റൈറ്റ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മളൊരു SSLCയുടെ മാർക്ക് ലിസ്റ്റ് പോയാലോ TC പോയാലോ ഒക്കെ നമുക്കത് ഭയങ്കര ഒരു പ്രൊസീജിയറാണ്. ഒന്നുമില്ല. ഒരു ഫ്ലഡ് വന്നപ്പോൾ നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ കരഞ്ഞു പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒലിച്ചു പോയത്. ഇനി അങ്ങനെ നോ വറീസ്. കാരണം നമ്മുടെ ബാങ്കിനകത്ത് ലോക്കറിനകത്ത് ഇതെല്ലാം ക്രെഡിറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയുടെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഡ്രോപ്പ് ഔട്ട്സ് സ്റ്റിൽ ഡ്രോപ്പ് ഔട്ട്സ് എപ്പോഴും പറയുന്നതാണ്. പക്ഷെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയിൽ ആക്ച്വലി ഇഗ്നോ NEPയുമായി ടൈപ്പ് വന്നപ്പോൾ ഓൾമോസ്റ്റ് 50% ഹൈക്കാ വന്നിരിക്കുന്ന എൻറോൾമെന്റിൽ.
അതെനിക്ക് തോന്നുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിന്റെ ആ ഒരു ട്രജക്ടറി തന്നെ അത് പോകുന്നുണ്ട്. അതാണ് ഇഗ്നോ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അത് തന്നെ എപ്പോഴും ഞങ്ങൾ ഫ്യൂച്ചർ ഇപ്പൊ ഒരു നമുക്ക് വിഷൻ എന്ന് പറയുന്നില്ല, അതെ, സെൻസ് അതെ. മുമ്പ് പറഞ്ഞ പോലെ അതെ, തന്നെ അതെ. അതൊരു 2030 എൻവിസേജ് ചെയ്തിട്ടാ വരുന്നത്. ഇറ്റ്സ് നോട്ട് 2025, ഇറ്റ്സ് നോട്ട് 2026 or 2028. അതെ, അതെ, അതെ. അതെപ്പോഴും എയിം ചെയ്യുന്നത് ഇറ്റ് ഇസ് ഫ്യൂച്ചറിസ്റ്റിക്. ഒരു 20 വർഷം കഴിഞ്ഞ് എവിടെ എത്തണം, 10 വർഷം കഴിയുമ്പോൾ എവിടെ എത്തണം, അങ്ങനെ ഒരു മൈൽ സ്റ്റോൺസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ആ ഫോക്കസുകൾ, മൈൽ സ്റ്റോൺസ് നമ്മൾ കടന്നുകൊണ്ടേയിരിക്കുകയാണ്. 2030 ആകുമ്പോൾ ഫുൾ എൻറോൾമെന്റ് ഒക്കെ വരണം എന്നുള്ളതാണ്. അതെ അതെ, അത്തരത്തിലേക്ക് 2030 കൂടി ഇപ്പൊ നമ്മുടെ ടുവാർഡ്സ് ദി എൻഡ് ആയില്ലേ ആ. നമ്മുടെ സെഷൻ. അപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ശരിക്കും NEP 2020 എന്ന് പറഞ്ഞാൽ തന്നെ എൻവിസേജ് ചെയ്യുന്നത് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇഗ്നോഡ് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഒരുപാട് കുട്ടികൾ എൻറോൾഡ് ആണ്. വിദ്യാഭ്യാസം കിട്ടാതെ ഒരാള് പോലും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. തീർച്ചയായിട്ടും ഡിപ്രൈവ് ചെയ്യാൻ പാടില്ല ഒരാൾക്കും. അത് എന്തിന്റെ പേരിലാണെങ്കിലും, ജോലി ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടോ ഒരാൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ആർട്ടിക്കിൾ 21 പറയുന്നതും അത് തന്നെയാണ്. 21A ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് എല്ലാവർക്കും ജീവിക്കാനും പഠിക്കാനും ഒക്കെയുള്ള. അതിൽ 14 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 16 ആക്കി. അത് 16 അമെന്റ്മെന്റ് ചെയ്താലും നമ്മൾ പറയുന്നത് അതൊക്കെ ബിയോണ്ട്. അതിനാണ് ഇഗ്നോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിത്ത് സ്റ്റാർട്ട്. തീർച്ചയായിട്ടും മറ്റു സ്കൂളുകൾ റെഗുലർ ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് ചെലവ് കുറവാണ് ഇതിനകത്ത്. നമ്മുടെ വിദൂര വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഒത്തിരി ചെലവ് കുറവാണ്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. സാറ്റർഡേ സൺഡേസിൽ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. അതുപോലെ ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അല്ലെ എഴുതാൻ പറ്റിയില്ല, ഒരുപാട് ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നു എന്നുള്ളത് ഒരു 2020 വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതെ 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 അതെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഒക്കെ വന്നപ്പോൾ നമുക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ പഠിച്ച കുട്ടികൾക്ക് വേറെ എവിടെ പോയാലും അവിടുത്തെ പരീക്ഷ എഴുതണം, പിന്നെയും ഇപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ കോളേജസിനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടുത്തെ കോളേജസ് ഒക്കെ പുറത്ത് പോയി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി പഠിക്കും. അതുകൊണ്ട് ഇവിടെ 4 സെമസ്റ്റർ ചെയ്യാം, 2 സെമസ്റ്റർ ഫോറിൻ കൺട്രീസിൽ പോയി ചെയ്യാം. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മൾ ലോക്കലായിട്ട് മിടുക്കനായ കുട്ടിയല്ല, നമ്മളൊരു PSC പരീക്ഷയ്ക്കോ അങ്ങനെയുള്ളതല്ല നമ്മളിവിടെ കുട്ടികളെ എക്യുപ്പ് ചെയ്യുന്നത്. അവര് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മിടുക്കനായിട്ട് ഗ്ലോബലി എക്യുപ്പ് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ, കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അറിവിലും കഴിവിലും ഒക്കെ ഗ്ലോബലി ആൾക്കാരായിട്ട് ഏറ്റവും വലിയ ആൾക്കാർ നിലവാരത്തിലുള്ള ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള അറിവും കഴിവുള്ള കുട്ടികളായിട്ട്. ഇപ്പം സാധാരണ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ലേബർ മാർക്കറ്റിന്റെ ടെൻഡൻസി എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ കാണുന്ന സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് ഈ ടെക്നോളജി അറിയാത്തത് കൊണ്ട് പലപ്പോഴും ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. പക്ഷെ നമുക്ക് ഈ നമ്മളിപ്പോ പറയുന്ന വാട്ട് വി കോൾ ജെൻസി കുട്ടികൾ, ജെൻസി കുട്ടികൾക്ക് ആ ഒരു അവസ്ഥയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ, മിസ് പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ക്ലാസ് പോയില്ല, അറ്റൻഡൻസ് കുറവാണെങ്കിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. പക്ഷെ NEP വിത്ത് ഇഗ്നോ വി ഡോണ്ട് ഹാവ് സച്ച് ബാരിയേഴ്സ്. Age is not a barrier. Yes, time is not a barrier. Nothing is a barrier. അതെ, എല്ലാം ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കുന്നതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്ന ഒരിക്കലും സംശയിക്കരുത്. അതിന്റെ ഒരു അഷുറൻസ് ഉണ്ട്. അത് എൻഷുർ ചെയ്തിട്ടാണ് ഒരു പ്രാവശ്യം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിക്കേണ്ട എന്നുള്ളതല്ല, അടുത്ത പ്രാവശ്യം പഠിക്കാൻ അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ചോയ്സ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ട് കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇഗ്നോയുടെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ. നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും എല്ലാവർക്കും ഒരു ഭയമാണ്. അതായത് അസൈൻമെന്റ്സ് ഒക്കെ കൃത്യം ഇപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഈ അസൈൻമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് വരുമോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് എഴുതണമെങ്കിൽ വേറൊരു അഡ്മിഷന് ചേരണമെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നടത്തുമോ. ഇതൊരു ഓൺലൈനിലൂടെ തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. ദർ ഇസ് നോ ഡിലേ ഇൻ എനിത്തിങ്. എവറിത്തിങ് ടേക്സ് പ്ലേസ് ഓൺ ദ ടൈം മാനർ അല്ലെ. ഒരു പ്രശ്നവും ഇല്ലാതെ കൃത്യമായി തന്നെ നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കണമെന്നില്ല, എല്ലാം ഓൺലൈനിൽ വഴി നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിൽ എല്ലാം ചെയ്ത് നമ്മുടെ അഡ്മിഷൻ, എക്സാം ഫീസ്, ഈവൻ നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരെ അതാത് സമയത്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ടെക്നോളജി അത്രയ്ക്ക് നമുക്ക് എൻഹാൻസ്ഡ് ആണ്. അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ICT ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ടീച്ചിങ് പ്ലാറ്റ്ഫോം. അതെ അതെ അതെ. നിങ്ങൾ പഠിക്കാനായി വരുന്നു, ഞങ്ങൾ നിങ്ങളുമായി ഇന്ററാക്ട് ചെയ്യാൻ ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാൻ ഒരു മനസ്സ് മാത്രം കാണിച്ചാൽ മതി. അതിനുവേണ്ട എല്ലാ അവസരങ്ങളും, പ്ലാറ്റ്ഫോമും, ടീച്ചേഴ്സും, ബാക്കിയുള്ള അസസ്മെന്റും എല്ലാം നിങ്ങളെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമെന്ന് പറയുന്നുണ്ട് NEP. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം
മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നെവർ മിസ് ദ ബസ് എന്ന് പറയുന്ന പോലെ ഈ NEP നമുക്കിപ്പോൾ ഒത്തിരി ചോയ്സസ് തരുന്നുണ്ട്. ഈ ചോയ്സ് പിക്ക് ആസ് മച്ച് ആസ് പോസിബിൾ. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നല്ല, ഇപ്പോൾ ഞങ്ങളെല്ലാം പഠിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം ആ ചോയ്സ് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടില്ല, പക്ഷെ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതെ, ഇനിയിപ്പോ പഠിച്ചുകൊണ്ടേ അവസരങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല. എല്ലാ ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം ജസ്റ്റ് ഓവർകം ചെയ്ത് നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലെ മിസ്സേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈയിടെ യുണൈറ്റഡ് നേഷൻസിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാം. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അവർ നോളജിന് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. മിസ്സാണെങ്കിൽ BEd കഴിഞ്ഞ് പിന്നെ ടീച്ചറായി വർക്ക് ചെയ്ത് പിന്നെ ലോയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അത്രയും പഠിച്ച ഒരു, ഞാനിപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടികൾക്ക് പല തരത്തിലുള്ള നിഷേധം, കുട്ടികൾക്ക് പഠിക്കാനായാലും പഠന സാഹചര്യങ്ങളായാലും ഒക്കെ ഡിപ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള ഒരു ഡിപ്രൈവേഷൻ വരുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട്, പലപ്പോഴും അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴേക്കും കുട്ടിയുടെ വീട്ടിൽ പേരൻസിന് ആർക്കെങ്കിലും അസുഖം വന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു, മിടുക്കരായിട്ട് പഠിക്കുന്നവർക്ക് പിന്നെ പോകാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് നല്ല പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാനൊക്കെ സാഹചര്യമുണ്ട്. ചിലപ്പോൾ നല്ലൊരു അവസരം വരും, അതിന് പോകാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അഡ്മിഷൻ കിട്ടില്ല. ഇങ്ങനെ ഒത്തിരി പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇഗ്നോ വളരെ ഡിഫറെന്റ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്നവർക്കാണ് ഈ ഇഗ്നോ ഒരുപാട് ഈ പ്രാപ്യത, ആക്സസബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ദെൻ ഈ മൾട്ടി ഡിസിപ്ലിനറി, മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ്, അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ വെൽഫെയറിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ ചില ലോഗോയിലൊക്കെ കാണാറുണ്ട്, യോഗക്ഷേമം മഹാമ്യഹം. സോ വി ആർ ഹിയർ ഫോർ ദ വെൽഫെയർ ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളെ മിടുക്കരാക്കാൻ വേണ്ടിയിട്ട്, നല്ല വിദ്യാഭ്യാസം നൽകാനായിട്ട് അതാണ് NEP 2020 ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ കൂടെ ചേർന്ന് അതിനോടൊപ്പം പ്രവർത്തിച്ച് അതിനെ ഏറ്റവും മികച്ചതാക്കാനായിട്ട് ഇഗ്നോയും പ്രവർത്തിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇനി എന്താണ്? യെസ്, ഇറ്റ്സ് യുവർ ടേൺ അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ടാലന്റ് എവിടെയാണ്, നിങ്ങളുടെ സ്കില്ലാണെന്ന് എവിടെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യുക. യെസ്, അപ്പൊ ഒട്ടും താമസിക്കരുത്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അത് ബ്ലെൻഡ് ചെയ്ത് അത് ഞാൻ പഠിച്ചെടുത്തിരിക്കും എന്നുള്ള. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വി ഓൾസോ പ്രൊവൈഡ് യു നോട്ട്സ് അല്ലേ? ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഒരിക്കലും നമ്മൾ എന്താ, ഒരു ഓട്ട മത്സരത്തിലാണെങ്കിൽ പോലും ആമയും മൊയലും ആകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഓടുന്നത്. ആമയോ മൊയലോ ആകാം, പക്ഷെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംതിങ് ബിയോണ്ട് ദാറ്റ്. ആൻഡ് വി ആർ ഹിയർ ടു പ്രൊവൈഡ് യു എവറിത്തിങ് യു വാണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വേർഡിങ്സോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. സ്വപ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഉറക്കത്തിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ്. ദർ ഇസ് നോ ലിമിറ്റ് ഫോർ യുവർ ഡ്രീം. സോ എല്ലാ ഡ്രീമും ഈ കൊല്ലം തന്നെ സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആത്മാർത്ഥപരമായിട്ട് നേരാണ്. സോ താങ്ക് യു.